Hi guys, welcome to my new channel, Ramen and Beba. And that's my baby sister. She'll be coming soon. Okay, അപ്പോൾ നമ്മുടെ ബ്രാഹ്മൺ ആൻഡ് ബേബയുടെ ഫസ്റ്റ് വീഡിയോ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാം പാക്കിനെല്ലാം ചെയ്യാനാണ്. We are getting everything ready to welcome our baby sister. Yes. Don't forget to subscribe, like and comment. നമുക്ക് എത്ര മില്യൺ സബ്സ്ക്രൈബർ അടിക്കണം? I mean 2 million. Okay. Okay, ഇനി നമ്മൾ പെട്ടിയാണ് ഓപ്പൺ ചെയ്യാൻ പോവാനെല്ലാം ഉള്ളത്. Right. മതി. Okay, so this is empty right now, so we have to fill some in there for my sister. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. മെയിനായിട്ട് ഇപ്പം ഇതിനകത്തിൽ ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെയും പ്രേമിൻ്റെയും പിന്നെ കുഞ്ഞിന് വേണ്ട ന്യൂബോൺ കുഞ്ഞിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ. കാരണം ഇവിടെ യൂഷ്വലി ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുള്ള സമയത്ത് ഉള്ള സാധനങ്ങളൊക്കെ ബ്ലാങ്കറ്റും കുഞ്ഞിനുള്ള ഉടുപ്പും ഡയപ്പർ വൈപ്പ് ഇതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കുഞ്ഞിനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം നമ്മൾ വീട്ടിലോട്ട് ഡിസ്ചാർജ് ആയി വരുമ്പം കൊണ്ടുവരേണ്ട റിസീവിങ് ബ്ലാങ്കറ്റ് ഔട്ട്ഫിറ്റ് സാധനങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങൾ, പിന്നെ പ്രേമിനെ ചേഞ്ച് ചെയ്യാനുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു റിസീവിങ് ബ്ലാങ്കറ്റ്, നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് വരാൻ നേരത്ത് റിസീവ് ചെയ്യാനുള്ള ഒരു ബ്ലാങ്കറ്റ് കുഞ്ഞൊരു വൈറ്റ് ക്യൂട്ട് ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളപ്പം ഇടാനുള്ള ഔട്ട്ഫിറ്റ്, അതുവരെ അവർ ആദ്യമായിട്ട് ഇടുന്ന, ഇപ്പോൾ കുഞ്ഞിടുന്ന അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഔട്ട്ഫിറ്റ് ആയിരിക്കും. അത് ന്യൂ ബോണിന് വൈറ്റ് കളറ് ഡ്രസ്സായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കുഞ്ഞിക്ക് ആദ്യമായിട്ട് ഇട്ടുകൊണ്ട് ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ഇടാൻ മേടിച്ചേക്കുന്ന ഒരു സെറ്റ്. ഇതിനകത്തിൽ കുഞ്ഞിനുള്ള ഒരു ഓവറോൾ ഉടുപ്പുണ്ട്, പിന്നെ 2 കുഞ്ഞി സോക്സ് ഉണ്ട്, ഒരു ഹെഡ് ബാൻഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഇതുപോലെ തന്നെ എടുത്ത് വെക്കുകയാണ് കൊണ്ടുവരുമ്പം ഇടിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ 1-2 സാധനങ്ങൾ ബാക്കപ്പും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് അറിയത്തില്ലല്ലോ കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിൻ്റെ സൈസ് എന്താണ്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫ്കോഴ്സ് നോബോണ് നമ്മൾ എക്സാക്ട് ഫിറ്റൊന്നും അല്ല ഇടാൻ പോകുന്നത്, എന്നാലും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രായും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ 2 കുഞ്ഞി സോക്സ് കണ്ടപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ട്. ഇത് ആക്ച്വലി പ്രേമ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ്, പ്രേമിൻ്റെ സെലക്ഷനാണ്. പിന്നെ ഒരു കുഞ്ഞി ഹെഡ് ബാൻഡ്, എനിക്ക് മൊത്തം ഇതിൻ്റെ കൂടെ ഉള്ളത് ഇങ്ങനെ പാതി മാത്രം കവർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരെണ്ണം ഫുള്ള് കവർ ചെയ്യുന്നത് മേടിച്ചിട്ടുണ്ട്. അതും കൂടെ ഇൻ കേസ് അതാണ് ബെറ്ററെങ്കിൽ അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു എക്സ്ട്രാ ഔട്ട്ഫിറ്റും കൂടെ ഞാൻ എന്തായാലും എടുത്ത് വെക്കുന്നുണ്ട്. ഇൻ കേസ് ഇടയ്ക്ക് വെച്ചിട്ട് വല്ലതും വേണമെങ്കിലും ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഇൻ കേസ് മനസ്സ് മാറുവാണെങ്കിൽ ഇടിക്കാനായിട്ട്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് രണ്ടും എടുത്ത് വെക്കണം. ഇതൊരു പിങ്കി, സാധാരണ പെൺപിള്ളേർക്ക് എപ്പോഴും എല്ലാവരും പിങ്ക് അല്ലേ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ്, അതുകൊണ്ട് ഞാൻ അത് ഒരു ഇച്ചിരി വേറെ കളറ് എടുത്തത്. എന്നാലും ഒരു പിങ്കിയിലോട്ട് നമ്മുടെ കണ്ണുടക്കും നോർമലി, കാരണം പെൺകുഞ്ഞുങ്ങളുടെ കൂടുതലും പിങ്ക് കളറാണ് ഇവിടെ സെലക്ഷൻ വരുന്നത്. പിങ്ക്, ലാവൻഡർ, പീച്ച് ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ സെറ്റുണ്ട് വേറെ കുഞ്ഞി ഇങ്ങനെ ന്യൂബോണിൻ്റെ ഉടുപ്പ്. ആദ്യം ഇടാൻ എളുപ്പത്തിന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓവറോളുള്ള ഒരെണ്ണം എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ
കുഞ്ഞിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചു. 2 പെയർ ക്ലോത്ത്, ബ്ലാങ്കറ്റ്, സോക്സ്, മിറ്റൻസ്, ഹാറ്റ്, പാസിഫയറൊക്കെ വെച്ചു. പിന്നെ ബാക്കി എല്ലാം അവിടുന്ന് നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിൽ നിന്ന് തരും. അതുകൊണ്ട് ഞങ്ങൾ വേറെ അധികം ഒന്നും ഇവിടെ വെക്കാത്തത്. നമ്മൾ കൊണ്ടായാലും അതുപോലെ ചുമന്നുകൊണ്ട് പോയിട്ട് തിരിച്ച് കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ. അവർ ഉള്ളതായിരിക്കും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് എൻ്റെ സാധനം നമുക്ക് അവിടെ ഹോസ്പിറ്റൽ ഗൗൺ തരും. പക്ഷെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉള്ള ഔട്ട്ഫിറ്റ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ കുഞ്ഞിനായിട്ട് വരുമ്പോൾ ഇടാനുള്ളൂ. അപ്പം ഞാൻ ആദ്യം കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ് എടുത്തില്ലായിരുന്നു, ഈ ഒരു ബ്രൗണും ഒരു ഓഫ് വൈറ്റ് കളറും ഷെയ്ഡിലുള്ള. അപ്പോൾ അതിന് ഏകദേശം മാച്ചിങ് ആയിട്ട് എനിക്കും ഒരു ഫീഡിങ്ങിനൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പം ഇട്ടിട്ട് വരാനായിട്ട്. അതാണ് ഇത് കുഞ്ഞിൻ്റെ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നഴ്സിംഗ് ഔട്ട്ഫിറ്റാണ്. ഇതിനിങ്ങനൊരു ഇവിടെ ഇങ്ങനൊരു ഫ്ലാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് ഇങ്ങനെ വരുന്ന ആണ്. അല്ലാതെ കാഷ്വലായിട്ട് ഇടുമ്പോൾ അറിയത്തുമില്ല ഇങ്ങനെ ഉണ്ടെന്ന്. ഫീഡ് ചെയ്യേണ്ടപ്പോൾ ഈസിലി ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനും സൗകര്യത്തിനുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇത് ഞാൻ തിരിച്ച് ഡിസ്ചാർജ് ആയിട്ട് വരുമ്പം ഇട്ടിട്ട് വരാനായിട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ആ ബേബിയുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റിന് മാച്ചിങ് ആയിട്ടുള്ള വേറെ ഒരു സ്ലീവ് വെയറാണിത്. നൈറ്റ് ഡ്രസ്സ് 2 എടുത്ത് വെച്ചു. ഓക്കെ, ഇത് നമ്മൾ ന്യൂ ബോണിൻ്റെ കുറച്ച് ഡൈപ്പർ വാങ്ങിച്ചു. അപ്പോൾ നമ്മളിവിടെ നാട്ടിലെ പോലെ നമുക്ക് തുണികൾ യൂസ് ചെയ്ത് കഴുകി ഉണക്കിയാലൊന്നുമുള്ള സൗകര്യമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കൂടുതലും ഡൈപ്പർ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ടുള്ള എല്ലാം വരും. അപ്പോൾ ഇതെനിക്ക് പരസ്യമൊന്നുമല്ല, പ്രൊമോഷനൊന്നുമല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്. രാമന് ഞാൻ കൂടുതലും ന്യൂ ബോൺ ആയിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്നത്. സോ ഗൈസ്, ഞാനൊരു സാധനം നിങ്ങളെ കാണിക്കുന്നുണ്ട്, നോക്ക്. Do you see what's this? This is baby on board and you put this on a car. You put this on a car. Oh, ഇത് നല്ല ക്യൂട്ട് ആണല്ലോ രാമ. ആണ് ക്യൂട്ട് ആണ് ഗൈസ്. Look, baby on board. നമ്മൾ വൈപ്സ്, പിന്നെ ഇതിനകത്തിൽ ഇത് വൈപ്സ് ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വൈപ്സ് ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് ചെറിയ ട്രാവൽ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഡൈപ്പർ ബാഗിൽ വെക്കാനും എല്ലാം എടുത്ത് യൂസ് ചെയ്യാനൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന ബാഗ്. പിന്നെ ഒരു സാധനവും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവൻ നാട്ടിലും എനിക്കറിയത്തില്ല, ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു സാധനം അറിയാവുന്നവർ കാണും, എന്നാലും ഞാൻ ഓർത്ത് അറിയാത്തവർക്ക് വേണമെങ്കിൽ നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനം അത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് രാമൻ്റെ സമയത്ത് ഞാൻ കുറേ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ അന്ന് നോക്കിയിട്ട് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചു. വൈപ്പ് വെക്കുന്ന ഒരു സാധനം, കേസാണ്, ഒരു ബോക്സാണ്. ഇത് വൈപ്പ് വാർമറാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഷോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ബേബിക്ക് വേണ്ടുന്ന നമ്മൾ ഒരുപാടൊന്നും ഷോപ്പ് ചെയ്ത് വെച്ചിട്ടില്ല, കാരണം നമ്മൾ വന്നു കഴിഞ്ഞിട്ട് മതിയല്ലോ. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചേക്കാം. ഇത് ബേബിക്ക് വേണ്ട ടവൽ സെറ്റ്സ്, ഇങ്ങനെ നോബൺ ബാത്തിങ് ടവൽ, ബാത്ത് ചെയ്യാനും റാപ്പ് ചെയ്യാനും ഒക്കെ എടുക്കാം. പിന്നെ ഇത് സ്വാഡ്ലിംഗ് ക്ലോത്താണ്, മുസ്ലിം മെറ്റീരിയലാണ്. ഇത് കുഞ്ഞുങ്ങൾ സ്വാഡിൽ ചെയ്ത് കിടത്തുന്നവർക്ക്, കുഞ്ഞിലെ ന്യൂ ബോൺസിന് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഉറങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്വാഡ്ലിങ്. അപ്പോൾ സ്വാഡ്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റ് ക്ലോത്ത്സ് ആണ്, ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. പിന്നെ കുഞ്ഞിനുള്ള ബേബി ബാത്തിങ് സെറ്റ്, ലോഷനും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെയാണിത്. അത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനം അവീനോടെയാണ്. കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോണിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവീനോടെ പ്രോഡക്ട്സ്. പിന്നെ ഇത് നമ്മളെപ്പോഴും ഡൈപ്പർ യൂസ് ചെയ്യുമ്പം കൂടുതലും ആവശ്യം വരുന്ന 2 സാധനങ്ങളാണ്. ഇത് ഡൈപ്പർ റാഷ് ക്രീമും, ഇൻ കേസ് റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സൂതിയാനുള്ള ഡൈപ്പർ റാഷ് ക്രീമും. പിന്നെ ഇത് ഒരു ഹീലിംഗ് ഓയിൻമെൻ്റ് ആണ്. അത് ഡൈപ്പർ മാത്രമല്ല, ഇത് ഇപ്പോൾ റാഷ് വന്നാൽ മാത്രമല്ല, നമുക്ക് അല്ലാതാണേലും ഒന്ന് ഡ്രൈ സ്കിന്നോ ഇറിറ്റേറ്റഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിക്കാനും അല്ലാതെയും ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഹീലിംഗ് ഓയിൻമെൻറ്റ്. പിന്നെന്താണ് പിന്നൊരു ബേബി കെയർ കിറ്റ്. ഇത് നമുക്ക് ബേബി ഗ്രൂമിങ് കെയർ കിറ്റാണ്. ഇതിനകത്തിന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ, കുഞ്ഞിൻ്റെ ഹെയർ ബ്രഷ്,
പിന്നെ ബബിൾസ് നമ്മളെന്തെങ്കിലും എന്താ മൂക്കുന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സക്ക് ചെയ്തെടുക്കാനുള്ള ക്ലീൻ ചെയ്യാനുള്ള സാധനം, പിന്നെ ഫില്ലർ, കുഞ്ഞൊരു നെയിൽ കട്ടർ, സിസേഴ്സ്, തെർമോമീറ്റർ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ തെർമോമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യാൻ കൺവീനിയൻറ്റ്. അപ്പോൾ അത് തെർമോമീറ്റർ. പിന്നെ ഇത് സാധനം നഖമൊക്കെ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ നഖം വെട്ടുന്ന ഒരു വലിയ ടാസ്ക്. അപ്പോൾ നെയിൽ കട്ടർ ഉപയോഗിക്കുന്നതിനേക്കാളും ഇതിങ്ങനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി ഞങ്ങൾ വേറെ സാധനം കാണിച്ചു തരാം. ഇതൊരു പാസിഫയറാ. നോക്ക്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ബേബി കരഞ്ഞ എങ്ങനെ കരയുന്ന ബേബി? ബേബി കരഞ്ഞ ഇതങ്ങ് ഇങ്ങനെ വെക്കും. വെക്കുമ്പോ അതെങ്ങനെ ബേബി കാണിക്കുന്നത്? അപ്പൊ I'm not gonna open it, guys. പിന്നെ കുറച്ച് ഞങ്ങൾ അത്യാവശ്യം കുഞ്ഞുടുപ്പുകളും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ പിന്നെ വഴിയെ കുഞ്ഞ് വന്നതിന് ശേഷം കാണിക്കാം. അപ്പം ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. കുഞ്ഞ് വരുന്നതിന് മുന്നേ എല്ലാം റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ പെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. അപ്പോൾ അതെനിക്ക് മൺഡേയിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അന്ന് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്ഡേറ്റഡ് ഏറ്റവും ലേറ്റസ്റ്റ് റെക്കോർഡ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മളൊരു ഫോൾഡർ ആക്കിയിട്ട് ബാഗിൽ വെച്ചേക്കണം, മറക്കാതെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഹോസ്പിറ്റൽ ബാഗ്. ഇത് നമ്മള് പെട്ടിപ്പെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. യെസ്. Okay. Bye guys. Don't forget to subscribe and hit the like and comment, and let's get to 2 million subscribers. Okay, bye guys. Okay, ഒരു സ്ഥലം ലാസ്റ്റ് കാണിക്കാൻ. ഞാൻ ഇപ്പൊ പേപ്പർ കാണാൻ പോകുമ്പോൾ ഞാൻ ഇതിനെ പറ്റി എന്റെ ബാഗിൽ കൊണ്ടുപോകാനാണ് ഇത്. Bye guys.